ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് കോഹ്ലി വിരമിച്ചു. താരത്തിൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ് വിരമിക്കൽ പ്രഖ്യാപനം. വിരമിക്കൽ സന്നദ്ധത BCCI നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അനുനയ ശ്രമങ്ങളിലായിരുന്നു ബോർഡ്. എല്ലാ ഊഹാപോഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ 123 ടെസ്റ്റുകളിൽ നിന്ന് 30 സെഞ്ചുറി, 31 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ 9233 റൺസാണ് ആകെ സമ്പാദ്യം. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ബാറ്റേഴ്സായ സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവർക്ക് പിറകിലായി നാലാമൻ. 10,000 റൺസ് തികയ്ക്കാൻ കേവലം 770 റൺസ് മാത്രം ശേഷിക്കെ ഈ പടിയിറങ്ങൽ ഇനി ഒരു ഇന്ത്യൻ ബാറ്റർ 10,000 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിടുമോ എന്ന ചോദ്യം കൂടി അവശേഷിപ്പിക്കുന്നു. വിരാട് കോഹ്ലി ഉൾപ്പെടുന്ന ഫാബ് 4 എന്ന കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിൻ്റെ താരങ്ങളായ സ്റ്റീവ് സ്മിത്ത്, ജോ റൂട്ട്, കെയ്ൻ വില്യംസൺ എന്നിവർക്ക് മുമ്പായി കോഹ്ലി പടിയിറങ്ങുമ്പോൾ ആരാധകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലിലാണ്. ടെസ്റ്റ് ആവറേജ് 5 വർഷങ്ങൾ കൊണ്ട് 56-ൽ നിന്ന് 46-ലേക്ക് കൂപ്പുകുത്തിയെങ്കിലും ഇനിയും 2 വർഷമെങ്കിലും ആ ബാറ്റിൽ നിന്ന് റൺസ് പിറക്കുമെന്ന് ആരാധകർ ആഗ്രഹിച്ചിരുന്നു. അശ്വിനും രോഹിത്തിനും പിറകെ കോഹ്ലി കൂടി പടിയിറങ്ങിയതോടെ ആ തലമുറയിൽ ഇനി അവശേഷിക്കുന്നത് രവീന്ദ്ര ജഡേജ മാത്രം. റൺമല തീർത്ത കോഹ്ലിയുടെ ടെസ്റ്റ് കരിയർ അവസാനിക്കുമ്പോൾ വിദേശ മണ്ണുകളിൽ വിജയിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ കൂടി വാർത്തെടുത്താണ് താരം മടങ്ങുന്നത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ കാണൂ: വിരാട് കോഹ്ലി. ഹാപ്പി റിട്ടയർമെൻറ്റ് ലെജൻഡ്.